നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പുതിയ വകഭേദമായ ഒമിക്രോണിന്റെ അപ്രതീക്ഷിത കടന്നുവരവ്. ഇതുമൂലം ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു കഴിഞ്ഞു. കൂടാതെ നാട്ടിലോട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്ന പ്രവാസികൾക്കും അത്ര അനുകൂലമായ ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. നിബന്ധനകളും നിയന്ത്രണങ്ങളുമെല്ലാം ഇതിന് തിരിച്ചടിയായി നിൽക്കുകയാണ്. എന്നാൽ നാട്ടിൽ പോകാൻ അവസരം കിട്ടിയാലോ പോക്കറ്റ് കാലിയാക്കി തരും കേരളത്തിലെ വിമാനത്താവളങ്ങൾ. റാപ്പിഡ് RT-PCR പരിശോധനയുടെ പേരിൽ പ്രവാസികളെ പിഴിഞ്ഞ് അത്രയ്ക്ക് കൊള്ള ലാഭം കൊയ്യുകയാണ് കേരളത്തിലെ വിമാനത്താവളങ്ങൾ. വലിയ തുകയാണ് റാപ്പിഡ് RT-PCR പരിശോധനയുടെ പേരിൽ കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങൾ ഈടാക്കുന്നത്. വ്യത്യസ്തമായ തുക ഏകീകരിക്കണമെന്നും ന്യായമായ തുക മാത്രമേ പരിശോധനയ്ക്കായി ഈടാക്കാൻ പാടൂവെന്നുമുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് ഏറ്റവും വലിയ കൊള്ളയടി നടക്കുന്നത്. മറ്റ് വിമാനത്താവളത്തിനേക്കാൾ 900 രൂപ അധികമാണ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ ഈടാക്കുന്നത്. ഒമിക്രോൺ പടരുന്ന സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ RT-PCRോ റാപ്പിഡ് RT-PCR പരിശോധനയോ സ്വന്തം ചെലവിൽ നടത്തണം. കണ്ണൂർ അന്താരാഷ്ട്ര എയർപോർട്ടിൽ 2490 രൂപയാണ് RT-PCR പരിശോധനയ്ക്കായി ഈടാക്കുന്നത്. കോഴിക്കോട് എയർപോർട്ടിൽ 1580 രൂപയാണ് ഈടാക്കുന്നത്. എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് ഉയർന്ന തുക ഈടാക്കുന്നത്. ഇവിടങ്ങളിൽ 2590 രൂപ വീതമാണ് റാപ്പിഡ് RT-PCR പരിശോധനയുടെ പേരിൽ യാത്രക്കാരോട് ഈടാക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ തുക ഈടാക്കുന്നതിനെതിരെ പ്രതിഷേധവും വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. വിവിധ പ്രവാസി സംഘടനകളാണ് പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. വിമാന കമ്പനികൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരെ എയർപോർട്ട് നടത്തിപ്പുകാർ സജ്ജീകരിച്ചു നൽകുന്ന RT-PCR പരിശോധനാ കേന്ദ്രങ്ങളിൽ പരിശോധനാ വിധേയമാക്കുന്നത് ഒമിക്രോൺ പശ്ചാത്തലത്തിലാണ്. സാധാരണ RT-PCR ഫലം ലഭിക്കാൻ 3 മണിക്കൂർ വിമാനത്താവളത്തിൽ കഴിയേണ്ടത് ഉണ്ടെങ്കിൽ റാപ്പിഡ് RT-PCR ഫലം അരമണിക്കൂറിനുള്ളിൽ ലഭിക്കും എന്നുള്ളതിനാലാണ് യാത്രക്കാർ റാപ്പിഡ് RT-PCR ചെയ്ത് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു കടക്കുന്നത്. ഈ അവസരം മുതലാക്കിയാണ് വിമാനത്താവളങ്ങളുടെ ഈ പകൽക്കൊള്ള. കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്ന അനേകം പേർ വീണ്ടും പ്രതീക്ഷകളോടെ UAE-യിലേക്കും മറ്റും ഗൾഫ് രാജ്യങ്ങളിലേക്കും പോവുകയാണ്. ഈ അവസരമാണ് ഇത്തരം വിമാനത്താവളങ്ങൾ മുതലാക്കുന്നത്. 99% ആളുകളും വെറും സാധാരണക്കാരാണ്. ഗൾഫ് രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരിൽ നിന്നും എയർലൈൻസ് കമ്പനികൾ ഈടാക്കി വരുന്ന യാത്രാ നിരക്ക് 3-4 ഇരട്ടിയാണ്. ഇക്കാര്യത്തിൽ കേരള ഗവൺമെന്റുകൾ അടിയന്തര ഇടപെടലുകൾ നടത്തണമെന്നും ദുബായ് KMCC ഭാരവാഹികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.